أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومنهم من يستمع إليك حتى إذا خرجوا من عندك قالوا للذين أوتوا العلم ماذا قال آنفا أولئك الذين طبع الله على قلوبهم واتبعوا أهواءهم والذين اهتدوا زادهم هدى وآتاهم تقواهم فهل ينظرون إلا الساعة أن تأتيهم بغتة فقد جاء أشراطها فأنى لهم إذا جاءتهم ذكراهم فاعلم أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات والله يعلم متقلبكم ومثواكم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1778 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 47-ാമത്തെ അധ്യായമായ സൂറത്ത് മുഹമ്മദിലെ 16 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومنهم من يستمع إليك حتى إذا خرجوا من عندك قالوا للذين أوتوا العلم ماذا قال آنفا أولئك الذين طبع الله على قلوبهم واتبعوا أهواءهم والذين اهتدوا زادهم هدى وآتاهم تقواهم فهل ينظرون إلا الساعة أن تأتيهم بغتة فقد جاء أشراطها فأنى لهم إذا جاءتهم ذكراهم فاعلم أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات والله يعلم متقلبكم ومثواكم صدق الله العلي العظيم. സൂറത്ത് മുഹമ്മദിലെ 16 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ 13 വർഷത്തെ വളരെയേറെ പ്രയാസങ്ങൾ നിറഞ്ഞ പ്രബോധന ദൗത്യം പൂർത്തിയാക്കി അള്ളാഹുവിന്റെ പ്രവാചകൻ അനുചരന്മാരോടൊപ്പം മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയതിനെ തുടർന്ന് മദീനയിലും അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ പ്രയാസകരമാക്കി മാറ്റിയ, അവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്ന മക്കയിലെ കുഫാറുകളെ വേണ്ടിവരികയാണെങ്കിൽ സൈനികമായി തന്നെ നേരിടാൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നേരിടേണ്ടി വരുമ്പോൾ, അവരുമായി ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ ഏത് വിധത്തിലാണ് അത്തരം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് സൂറത്ത് മുഹമ്മദിന്റെ തുടക്കത്തിൽ നമ്മൾ വിവരിക്കപ്പെടുന്നത് കാണുകയുണ്ടായത്. അതിനെ തുടർന്ന് സത്യനിഷേധ പാതയിൽ നിലകൊള്ളുന്ന ആളുകളുടെ നിലപാടുകളെയും അവര് സ്വീകരിക്കുന്ന, അവര് പിന്തുടരുന്ന
പ്രവർത്തന രീതികളെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് അവരെ ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയും അവരുടെ നിലപാടുകളുടെ പൊള്ളത്തരം വെളിപ്പെടുത്തുകയൊക്കെയായിരുന്നു തുടർന്നുള്ള ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതോടൊപ്പം തന്നെ സത്യവിശ്വാസികളെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഉത്ബുദ്ധരായി മാറുന്നതിന് വേണ്ടി അവര് ചരിത്ര സംഭവങ്ങളെ വിലയിരുത്താനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും ഒക്കെ നിർദ്ദേശിക്കുന്നതും നമ്മൾ കാണുകയുണ്ടായി. സത്യവിശ്വാസികൾ തീർച്ചയായിട്ടും ഏറ്റവും അടിത്തറയുള്ള ശരിയായ പാതയിലാണ് നിലകൊള്ളുന്നത്. അതിന്റെ ഫലമായിട്ട് അവരേറ്റവും വലിയ സൗഭാഗ്യങ്ങൾ തന്നെ ഏറ്റുവാങ്ങുന്നവരായി മാറും എന്ന കാര്യവും അല്ലാഹു വിശദമാക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അത്തരം ആളുകളെ, സത്യവിശ്വാസ മാർഗത്തിൽ നിലകൊള്ളുന്ന ആളുകളെ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ആളുകളെ അല്ലാഹു അവർക്കായി ഒരുക്കപ്പെട്ടിട്ടുള്ള ഉദ്യാനങ്ങളിൽ പ്രവേശിപ്പിക്കുന്നതാണ്. എന്നാൽ നിഷേധികൾ ഈ ഐഹിക ലോകത്തെ കന്നുകാലികളുടേതുപോലെയുള്ള ആസ്വാദനം മാത്രമാണ് അവർക്കുള്ളത്. കാര്യങ്ങളുടെ അകക്കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആസ്വാദനമോ ജീവിതാനന്ദമോ അവരനുഭവിക്കുന്നില്ല. അവര് യഅ്കുലൂന കമാ തഅ്കുലുൽ അൻആം എന്നാണ് അല്ലാഹു പരാമർശിച്ചിട്ടുള്ളത്. വന്നാറു മസ്വ ലഹും. അവരുടെ മടങ്ങിയെത്താനുള്ള സങ്കേതം, അവരുടെ വിശ്രമഗേഹം അത് നരകം തന്നെയാണ് എന്ന് വിവരിക്കപ്പെടുന്നതാണ് നമ്മൾ തുടർന്ന് കാണുകയുണ്ടായത്. എത്രയോ നാടുകളെ അത് താങ്കളെ ഇപ്പോ ഏതൊരു നാട്ടിൽ നിന്നാണോ ആ നാട്ടിലെ ആളുകൾ പുറത്താക്കിയിട്ടുള്ളത്, അതിനേക്കാളൊക്കെ കരുത്തും ശക്തിയും ഒക്കെ ഉണ്ടായിരുന്ന എത്രയോ നാടുകളെ അല്ലാഹു നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അവരുടെ അഹന്തയും ധിക്കാരവും നിഗളിപ്പും ഒക്കെ കാരണമായിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി ആരും രംഗത്ത് വരികയുണ്ടായിട്ടില്ല. അപ്പോ ഇതാണ് വസ്തുത എന്നിരിക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായ വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന ഒരാളും സ്വന്തം ദുഷ്കൃത്യങ്ങളിൽ ആകൃഷ്ടനായി സ്വന്തം ഇച്ഛകളെ പിന്തുടരുന്ന വിധത്തിൽ ജീവിക്കുന്ന ഒരാളും ഒരുപോലെയാകുമോ എന്നാണ് അള്ളാഹു തുടർന്ന് ചോദിക്കുന്നത്. വിശ്വാസികളും ഭക്തന്മാരുമായ ആളുകൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗം ഏത് വിധത്തിലുള്ളതാണ് എന്നതുകൂടി അള്ളാഹു തുടർന്ന് വ്യക്തമാക്കുകയാണ്. അവിടെ അവർക്ക് യാതൊരു വിധത്തിലുള്ള കലർപ്പും ഉണ്ടായിട്ടില്ലാത്ത ശുദ്ധമായ ജലം ഒഴുകുന്ന അരുവികളുണ്ട്. അതുപോലെ അവർക്ക് ഏറ്റവും തെളിമയുള്ള രുചി ചീത്തയായിട്ടില്ലാത്ത, രുചിഭേദം സംഭവിച്ചിട്ടില്ലാത്ത തരം പാലൊഴുകുന്ന അരുവികളുണ്ട്. മദ്യത്തിന്റെ അരുവികളുണ്ട്. അത് ഇൻടോക്സിക്കേഷൻ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ തലവേദന സൃഷ്ടിക്കുന്നതോ ഒന്നും ആയിട്ടുള്ള മദ്യമല്ല. കുടിക്കുന്നവർക്ക് വളരെ ആനന്ദം പകരുന്ന, എന്നാൽ അതുകൊണ്ട് ദൂഷ്യഫലങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള മദ്യത്തിന്റെ അരുവികൾ അവർക്ക് ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തേനിന്റെ ഏറ്റവും തെളിമയുള്ള വൃത്തിയുള്ള തേനിന്റെ അരുവിയും അവർക്കായിട്ട് ഒരുക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവിധ ഫലവർഗങ്ങളും അതിനും പുറമെ അള്ളാഹുവിന്റെ ഉദാരമായ മാപ്പാക്കലും എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കുന്ന ഒരു കാര്യവും അവരെ കാത്തിരിക്കുന്നു. സ്വർഗത്തിൽ എത്തിച്ചേരുന്നതോടുകൂടി പിന്നെ അവർ ആശങ്കകളും
വിഷമമൊന്നും നേരിടേണ്ടതില്ലാത്ത വിധത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ്. പൂർവിക കാലത്ത് അവര് ചെയ്തിട്ടുണ്ടാവാനിടയുള്ള തെറ്റുകൾ, അവർക്ക് സംഭവിച്ച പിഴവുകൾ, അതിന്റെ ഒന്നും പേരിൽ അവരെ ആരും ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. അവര് നിത്യമായി ആ സ്വർഗീയ ആരാമങ്ങളിലാണ് വസിക്കാനിരിക്കുന്നത്. എന്നാൽ നിഷേധികൾ ഇതേ സ്ഥാനത്ത് നരകത്തിൽ നിത്യവാസം ചെയ്യേണ്ടവരാണ്. അവര് തിളച്ച് മറിയുന്ന ദ്രാവകമാണ് കുടിപ്പിക്കപ്പെടുന്നത്. അത് അവരുടെ കുടലുകളെ വെട്ടിമുറിച്ച് കളയുന്ന വിധത്തിലുള്ള പൊള്ളലുള്ളതാണ് എന്നുമാണ് തുടർന്ന് വിവരിക്കപ്പെടുകയുണ്ടായത്. അതിനുശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ 16 മുതൽ 19 വരെയുള്ള ആയത്തുകൾ വരുന്നത്. ഈ ഭാഗത്ത് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിലൊക്കെ പലപ്പോഴും വന്നിരിക്കാറുണ്ടായിരുന്ന, എന്നാൽ കാര്യങ്ങളെ അതിന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന വിധത്തിൽ കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്ത, ഭൗതിക ആസക്തിയിലും താല്പര്യങ്ങളിലുമായി കഴിഞ്ഞുകൂടുന്ന ചില ആളുകൾ, അവർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസം ഉണ്ടായിട്ടില്ല. പലപ്പോഴും കാപ്പട്യത്തിന്റെ ഒരു സ്വഭാവവും നിലപാടും ഒക്കെയാണ് അവർക്ക് ഉള്ളത്. അത്തരം ആളുകളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു ചില കാര്യങ്ങൾ പരാമർശിക്കുകയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിൽ. അതിന്റെ തുടക്കം മുതൽ നമുക്ക് ഈ ആയത്തുകളുടെ ആശയം അതിന്റെ സാധ്യമായ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. വമിൻഹും മൻ യസ്തമിഉ ഇലൈക, ഇവരുടെ കൂട്ടത്തിൽ, ഈ നിഷേധികളായ ആളുകളുടെ കൂട്ടത്തിൽ ചിലരുണ്ട്. മൻ യസ്തമിഉ ഇലൈക, അവര് നിന്നെ വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കും. വമിൻഹും മൻ യസ്തമിഉ ഇലൈക, കാതുകൂർപ്പിച്ച് ശ്രദ്ധ നൽകുന്ന വിധത്തിൽ അവര് നിന്നെ കേട്ടിരിക്കും. ഹത്താ ഇദാ ഖറജൂ മിൻ ഇൻദിക, അങ്ങനെ അവര് നീ സംസാരിക്കുന്നത്, നീ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ, അവിടുന്ന് എണീറ്റ് പോയി കഴിഞ്ഞാൽ, അവിടുന്ന് പുറപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഖാലൂ ലില്ലദീന ഊത്തുൽ ഇൽമ, ജ്ഞാനികളായ അറിവ് നൽകപ്പെട്ട ആളുകളെ കാണുമ്പോൾ അവര് ചോദിക്കും, മാതാ ഖാല ആനിഫ, ഇപ്പോ അദ്ദേഹം പറയുകയുണ്ടായത് എന്താണ് എന്നാണ് അവരുടെ ചോദ്യം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സദസ്സിൽ വന്നിരുന്ന് ദീർഘനേരം കാര്യങ്ങളെ ചെവി കൂർപ്പിച്ച് കേൾക്കുകയൊക്കെ ആയിരുന്നു അവർ. പക്ഷെ അവര് അതൊന്നും അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല. വേണ്ട മനസാന്നിധ്യത്തോടു കൂടിയല്ല അവരതൊന്നും കേട്ടിട്ടുള്ളത്. പിന്നെ കേൾക്കുക എന്നത് കേവലമായ, ശ്രദ്ധാപൂർവം കേൾക്കുക എന്നത് കേവലമായൊരു ശാരീരിക പ്രവർത്തനമല്ലല്ലോ. നല്ല മനസാന്നിധ്യത്തോടു കൂടിയും സന്നദ്ധതയോടുകൂടിയും കേൾക്കുമ്പോഴേ ഒരാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഈ ആളുകളുടെ കാര്യത്തിൽ അവരുടെ കാതുകൾ ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്നതല്ലാതെ ആശയങ്ങളെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന, ഉൾക്കൊണ്ടുകൊണ്ട് അവയെ മനസ്സിലാക്കുന്ന ഒരു നിലപാടായിരുന്നില്ല അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിൽ നിന്ന് പുറത്തു പോകുന്നത് വരെ അങ്ങനെ കാതുകൂർപ്പിച്ച് കേട്ടിരിക്കും. എന്നാൽ അതിനുശേഷമോ ഹത്താ ഇദാ ഖറജൂ മിൻ ഇൻദിക, നിന്റെ അടുക്കൽ നിന്നായി അവര് പുറപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഖാലൂ, അവര് ചോദിക്കുക ഇങ്ങനെയാണ്. ആരോടാ ചോദിക്കുന്നത്? ലില്ലദീന ഊത്തുൽ ഇൽമ, ജ്ഞാനികളായ ആളുകളോട് അവര് ചോദിക്കും. അത് സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെ കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കുന്ന തരം ആളുകൾ ആവാം. ഇനി അതല്ലെങ്കിൽ മദീനയിലെ പ്രത്യേകമായ സാഹചര്യത്തിൽ പൂർവിക കാലത്ത് വേദം ലഭിച്ചിരുന്ന സമൂഹങ്ങളുടെ പിന്മുറക്കാരായ വേദജ്ഞാനികളായ ആളുകളും ഒക്കെ ആവാം. അപ്പൊ അവര്
ഈ പറഞ്ഞു കേട്ട കാര്യങ്ങളിൽ വിശ്വാസം ഉൾക്കൊള്ളാതെ കാതുകൾ കൊണ്ട് മാത്രം കേട്ടിരുന്നു കൊണ്ട് എണീറ്റ് പോയിട്ട് ജ്ഞാനികളായ ആളുകളോട്, കാര്യങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നു എന്ന് കരുതുന്ന ആളുകളോടായിട്ട് അവര് ചോദിക്കുന്നത് മാതാ കാല ആനിഫ, അല്ല ഇപ്പോ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ, എന്താണ് അദ്ദേഹം ഇപ്പം പറഞ്ഞ ആ കാര്യം എന്ന വിധത്തിൽ അവര് ചോദിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇത് യഥാർത്ഥത്തില് മനസ്സിലാക്കാൻ എന്തെങ്കിലും പ്രയാസമുള്ള വിധത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുകൊണ്ടൊന്നുമല്ല. അവരുടെ സന്നദ്ധതയില്ലായ്കയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് പ്രയാസമായി മാറുന്നത്. അതിന് പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യം അതാണ്. എപ്പോഴും അങ്ങനെയാണ്. പറഞ്ഞു കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന ആള് എത്ര തന്നെ ശ്രദ്ധയോടെയും ആത്മാർത്ഥതയോടെയും അത് ചെയ്താലും അത് കേട്ടുൾക്കൊള്ളേണ്ട ആളുകൾ വേണ്ട ശ്രദ്ധയും മനസാന്നിധ്യവും നൽകിക്കൊണ്ടല്ലാതെയാണ് അത് കേൾക്കുന്നതെങ്കിൽ അയാളുടെ മനസ്സിലേക്ക് യാതൊന്നും കയറിയിട്ടുണ്ടാവില്ല. ദീർഘനേരത്തെ സംഭാഷണത്തിന് ശേഷവും എന്താണ് ഇപ്പൊ അയാൾ പറഞ്ഞത് എന്ന് ചോദിക്കുന്നവരായി മാറും അവര്. അപ്പൊ ഉലൈകല്ലദീന തബഅല്ലാഹു അലാ ഖുലൂബിഹിം, അത്തരം ആളുകളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു തുടർന്ന് പറയുകയാണ്, ഈ ആളുകൾ ഉലൈക അല്ലദീന തബഅല്ലാഹു അലാ ഖുലൂബിഹിം, അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചിരിക്കുകയാണ്. അള്ളാഹു ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ച തരം ആളുകളാണ് ഇവര്. വത്തബഉ അഹ്വാഅഹും, അവര് അവരുടെ ഇച്ഛകളാണ് പിൻപറ്റുകയും ചെയ്യുന്നത്. ഇതാണ് വസ്തുത. ഇവര് സ്വന്തം ഇച്ഛകളുടെ പുറകെ പോകുന്ന, യാതൊരു വിധത്തിലുള്ള ദൈവിക മാർഗദർശനവും പ്രയോജനപ്പെടുത്താൻ താല്പര്യം കാണിക്കാത്ത, കേവലം കാതുകളിൽ മാത്രം കൂർപ്പിച്ചിരിക്കുന്ന ആളുകളാണ്. അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു ഒരു മുദ്ര വെച്ചിരിക്കുകയാണ്. അവരുടെ ഹൃദയങ്ങളിലേക്ക് യാതൊന്നും കയറുന്നില്ല. കേൾക്കുന്നു എന്നല്ലാതെ അതൊന്നും അവരുടെ മനസ്സിൽ തട്ടുന്നില്ല. അതൊന്നും അവരിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന ചിന്തകൾ ഉണർത്തുന്നില്ല. അങ്ങനെ അവര് കേവലം കാതുകൾ കൊണ്ട് മാത്രം കേൾക്കുന്ന ആളുകളായി മാറുക. അവരുടെ ഹൃദയങ്ങളിലേക്ക് യാതൊന്നും കയറുന്നില്ല. ഈ കൂട്ടര് ഉലൈകല്ലദീന തബഅല്ലാഹു അലാ ഖുലൂബിഹിം, അള്ളാഹു ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചിട്ടുള്ള തരം ആളുകളാണ് ഇവര് എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് യാതൊന്നും കയറുകയില്ല എന്നതാണ് വസ്തുത. ഇവിടെ ഹൃദയങ്ങൾ എന്നുള്ള ഖുലൂബ് എന്ന വാക്കാണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. ആധുനിക ശാസ്ത്രം വലിയ ഒരു തിരിച്ചറിവോടുകൂടി ഉൾക്കൊള്ളുന്ന ഒരു കാര്യം, മനുഷ്യന്റെ ഇന്റലക്ച്വൽ പ്രോസസ്സിംഗ് നടക്കുന്നത്, ബുദ്ധിപരമായ ഒരു പ്രക്രിയ, കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ ബോധ്യപ്പെടാനൊക്കെ വേണ്ട വിധത്തിലുള്ള ചിന്തയും ആലോചനയും ഒക്കെ നടക്കുന്നത് ഹൃദയത്തിൽ തന്നെയുള്ള മസ്തിഷ്ക സംവിധാനത്തിലൂടെയാണ് എന്നാണ് ആധുനിക ശാസ്ത്രം എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. അതിന്റെ ഒരുപാട് വിശദാംശങ്ങൾ അവരുടെ ശാസ്ത്രീയമായ കണ്ടെത്തലുകളുടെ അടിത്തറയും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ അടങ്ങിയ കാര്യങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോ അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ആളുകൾ അല്ലദീന തബഅല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു മുദ്ര വെച്ചിരിക്കുകയാണ് അള്ളാഹു. ഹൃദയങ്ങളിൽ വേണ്ടത്ര അവരുടെ ചിന്ത അല്ലെങ്കിൽ ആലോചന പ്രവർത്തനക്ഷമമാവാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. മാത്രവുമല്ല വത്തബഉ അഹ്വാഅഹും, അവര് അവരുടെ ഭൗതികമായ ഇച്ഛകളെ പിൻപറ്റിക്കൊണ്ടു പോകുന്ന ആളുകളുമാണ്. എന്ന് പറഞ്ഞാൽ ഭൗതിക ആസക്തി, ഐഹിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല മോഹങ്ങളുടെയും ആസക്തി അവരെ പിടികൂടിയിരിക്കുന്നു. അത് കാരണമായി അവരുടെ ചിന്ത വേണ്ട വിധത്തില് ഫങ്ഷണൽ അല്ല, ഓപ്പറേഷണൽ അല്ല. അതാണ് വിഷയം. അതെങ്ങനെയാണ് നമ്മള് സമ്പത്തിന്റെയോ അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിന്റെ ആനന്ദങ്ങളിൽപ്പെട്ട വല്ലതിന്റെയോ ഒക്കെ പുറകെയാണ് നമ്മൾ ഉള്ളതെങ്കിൽ, അത്തരം കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടതാണെങ്കിൽ, അങ്ങനെ ഈ അഹ്വാഇല് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ള തരം ആളുകളുടെ മനസ്സിലേക്ക്
മൗലികമായ ചിന്തകളൊന്നും പിന്നെ കടന്നു ചെല്ലുകയില്ല. അവിടെ എന്തെല്ലാം കാര്യങ്ങള് അത്തരം ചിന്തകൾ ഉണർത്തുന്നത് അവര് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും അവരുടെ മനസ്സിൽ ഒരു ചിന്ത ട്രിഗർ ചെയ്യുന്നതായി മാറുന്നില്ല, അത് പ്രവർത്തനക്ഷമമാവുന്നില്ല. വല്ലദീന ഹ്തദൗ, എന്നാൽ അങ്ങനെയല്ല സന്മാർഗികളുടെ അവസ്ഥ. സന്മാർഗികള് അവര് അള്ളാഹുവിന്റെ പ്രവാചകനെ കേൾക്കാനിടയായാൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സദസ്സിൽ ഇരുന്ന് കാര്യങ്ങള് മനസ്സിലാക്കാൻ, ദൈവിക സൂക്തങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്നത് കേൾക്കാൻ അവർക്ക് അവസരം ഉണ്ടായാൽ വല്ലദീന ഹ്തദൗ, ഹിദായത്ത് നേടിയ ആളുകൾ, ജാദഹും ഹുദ, അവർക്ക് അള്ളാഹു സന്മാർഗ ബോധമാണ് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്. അവർ ഓൾറെഡി സന്മാർഗികളാണ്. അതോടൊപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ കേൾപ്പിക്കുന്ന ആയാത്തുകളും അവയ്ക്കുള്ള വിശദീകരണങ്ങളും ഒക്കെ അവരിൽ സന്മാർഗ ബോധം വളർത്തുക കൂടി ചെയ്യുന്നു, വർദ്ധിപ്പിക്കുക കൂടി ചെയ്യുന്നു. അപ്പൊ അവര് കൂടുതൽ സന്മാർഗികളായി മാറുകയാണ് ചെയ്യുന്നത്. സന്മാർഗികളായ ആളുകൾ അള്ളാഹുവിന്റെ പ്രവാചകനെ അദ്ദേഹത്തിന്റെ സദസ്സിലിരുന്ന് കേൾക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ അവസരം ഉണ്ടായാൽ അവർക്കത് അവരുടെ സന്മാർഗ ബോധം വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജാദഹും ഹുദ, അവർ ഓൾറെഡി ഹിദായത്തിലുള്ള ആളുകളാണ്. എന്നാൽ ഈ കാര്യങ്ങള്, ദൈവിക സൂക്തങ്ങൾ വിശദമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സദസ്സിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾക്ക് അത് പ്രയോജനപ്പെടും. അവര് കൂടുതൽ സന്മാർഗബോധമുള്ളവരായി കൂടുതൽ ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നവരായിട്ട് മാറുന്നു. എന്നാൽ ഹൃദയത്തിൽ ഒരുതരം രോഗബാധയുള്ള ആളുകളും ചിലപ്പോഴൊക്കെ അവിടെ വന്നിരുന്ന് ഇങ്ങനെ കേൾക്കും. അത് കേൾക്കും എന്നതല്ലാതെ അതിന്റെ പ്രയോജനം അവർക്ക് ലഭിക്കുന്നില്ല. എണീറ്റ് പോകുമ്പോ അവര് ജ്ഞാനികളായ ആളുകളോട് ചോദിക്കുന്നത്, എന്താണ് അയാൾ ഇപ്പൊ പറഞ്ഞ കാര്യം, ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ, നമുക്ക് മനസ്സിലാവണില്ല എന്ന്. വളരെ ലളിതമായി എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന വിധത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സംസാരിക്കാറുണ്ടായിരുന്നത്. ദൈവിക ഗ്രന്ഥത്തിലെ ആയാത്തുകൾ അത്തരം കാര്യങ്ങളാണ് സാധാരണ മനുഷ്യരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ആളുകള് അത് വേണ്ട വിധത്തില് കേട്ട് ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് അവർ എണീറ്റ് പോകുമ്പോൾ മറ്റുള്ളവരോട് എന്താണ് ഇപ്പോ പറഞ്ഞത് എന്ന് ചോദിക്കേണ്ടി വരുന്നത്. അപ്പൊ ഈ സന്മാർഗികളായ ആളുകളുടെ കാര്യത്തിലോ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇരിക്കുന്നത് കാരണമായി ജാദഹും ഹുദ, അവരുടെ സന്മാർഗ ബോധം വർദ്ധിച്ചതായി മാറുന്നു. വാതാഹും തഖ്വാഹും, അള്ളാഹു അവർക്ക് ഏറ്റവും ദൈവഭക്തിപരമായ അവസ്ഥകൾ കൂടുതൽ മെച്ചപ്പെട്ടതാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അവരർഹിക്കുന്ന വിധത്തിലുള്ള ഭക്തിയും തഖ്വയും ഒക്കെ അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്യുന്നു. വാതാഹും തഖ്വാഹും, അവൻ അവർക്ക് അവരുടേതായ അവരുടെ തലത്തിലുള്ള അവരുടെ ദറജയിലുള്ള വിധത്തിലുള്ള തഖ്വ നൽകുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. തഖ്വ എല്ലാവരുടേതും ഒരുപോലെ അല്ല എന്നർത്ഥം. അവരുടെ തഖ്വ, വാതാഹും തഖ്വാഹും, അത് വലിയ ഉന്നതമായ നിലവാരവും ഗുണവും ഉള്ള വിധത്തിലുള്ള തഖ്വയാണ്. അപ്പൊ അവരുടെ പദവിക്ക് ഉതകുന്ന വിധത്തിലുള്ള ദൈവഭക്തിയാണ്, തഖ്വയാണ് അള്ളാഹു അവർക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മജ്ലിസിൽ ഇരുന്ന് കാര്യങ്ങള് വേണ്ട ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതിന്റെ ഫലമായിട്ട് അവർക്ക് നൽകുന്നത്. എന്നാൽ മറിച്ച് ഈ ഹൃദയത്തില് ചില രോഗങ്ങളൊക്കെയുള്ള ആളുകൾ അവിടെ വന്ന് കേൾക്കുക എന്നല്ലാതെ അവർക്ക് അത് പ്രയോജനം ചെയ്യുന്നില്ല. അവര് എന്താണ് ഇപ്പോ അയാൾ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ടാണ് പുറത്തോട്ട് പോകുന്നത്. അപ്പോ ഈ ആളുകൾ വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദ വആതാഹും തഖ്വ, ഹിദായത്ത് നേടിയിട്ടുള്ള ആളുകൾ അള്ളാഹുവിന്റെ പ്രവാചകനെ കേൾക്കാനിടയാകുന്നതോടെ അവരുടെ സാദഹും ഹുദ,
അവരുടെ സന്മാർഗമോ ബോധം വർദ്ധിതമാകുന്നു. അതുപോലെ അവരുടെ ദൈവഭക്തിയും ഏറ്റവും അനുയോജ്യമായ വിധത്തിൽ ഉന്നത ഗുണമുള്ളതായി മാറുന്നു. അള്ളാഹു ആ വിധത്തിലുള്ള തഖ്വയാണ് അവർക്ക് നൽകുന്നത്. തുടർന്ന് അള്ളാഹു ചോദിക്കുകയാണ്, ഫഹൽ യൻദുറൂന, ഈ കൂട്ടര് കാത്തിരിക്കുന്നത് ഇപ്പൊ എന്തിനാ? ഇല്ല സാഅത്താൻ തഅതിയഹും, അന്ത്യസമയം അവരിലേക്ക് അങ്ങ് വരിക എന്നതിനല്ലാതെ വേറെ വല്ലതിനും വേണ്ടിയാണോ ഇവർ കാത്തിരിക്കുന്നത്? ഇവർക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ ഈ അവസരങ്ങളൊക്കെയും നഷ്ടപ്പെടുത്തുകയാണ്, പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത്. അപ്പോ അള്ളാഹു അവരോട് പരോക്ഷമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം, ഫഹൽ യൻദുറൂന, ഇക്കൂട്ടര് കാത്തിരിക്കുന്നത് ഇല്ല സാഅത്ത, അന്ത്യസമയം വന്നു ചേരാൻ അല്ലാതെ വേറെ വല്ലതിനെങ്കിലും ആണോ എന്നാണ് ചോദ്യം. അപ്പൊ അതില് ഒരു പരോക്ഷമായിട്ട് സ്ഥാപിതമാകുന്ന ഒരു കാര്യം, ഈ ആളുകൾക്ക് ഇനി അന്ത്യസമയം വന്നു ചേരുക എന്ന ഒരു നിബന്ധനയല്ലാതെ മറ്റൊന്നും അവരുടെ ആഖിബത്ത് ഏറ്റുവാങ്ങുന്നതിനായിട്ട് ബാക്കിയില്ല. കാരണം ഇവരുടെ അവസരങ്ങളൊക്കെയും അവര് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അവർക്ക് വിധിച്ച അന്ത്യസമയത്തിന്റെ ആഖിബത്ത് ഏറ്റുവാങ്ങുക എന്നതല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും അവശേഷിക്കുന്നില്ല. അവര് അന്ത്യസമയത്തെ കാത്തിരിക്കുകയാണ് എന്നതല്ലാത്ത വല്ലതും ഉണ്ടോ എന്നതാണ് ഇവിടെ ചോദ്യം. അപ്പോ ഹൽ യൻദുറൂന ഫഹൽ യൻദുറൂന ഇല്ല സാഅത അൻ തഅതിയഹും ബഗ്തതൻ, അന്ത്യസമയം അവരിലേക്ക് എത്തുന്നത് വളരെ പെട്ടെന്നാണ്, ആകസ്മികമായി അന്ത്യസമയം അവരിലേക്ക് വന്നു ചേരുക എന്നതല്ലാത്ത വേറെ വല്ലതുമാണോ അവര് കാത്തിരിക്കുന്നത്? ഈ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയുള്ളതാണ്? അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ സംഗതി കേൾക്കാനും അറിയാനും അവസരം ഉണ്ടായിട്ട് പോലും അതൊന്നും ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല. അവര് ജീവിതത്തില് ശരിയായ ദിശയിൽ സഞ്ചരിക്കാൻ വേണ്ട നടപടിയിലേക്ക് അവർ പോകുന്നില്ല. അപ്പൊ ഇനി അവരുടെ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയാണ്? അത് അന്ത്യസമയം പെട്ടെന്ന് അങ്ങ് വന്നു ചേരുക എന്നതല്ലാതെ വേറെ വല്ലതിനും വേണ്ടിയാണോ ഇവരുടെ കാത്തിരിപ്പ് എന്നതാണ് അള്ളാഹു ചോദിക്കുന്നത്. ഫഖദ് ജാഅ അശ്റാത്തുഹ, എന്നാൽ അതിന്റെ ലക്ഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞു, അതിന്റെ ഷർത്തുകളൊക്കെ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഫഖദ് ജാഅ അശ്റാത്തുഹ, അന്ത്യസമയം വന്നു ചേരാൻ ആവശ്യമായ ചില അശ്റാത്തുകളുണ്ട്, അതിന്റെ ചില ലക്ഷണങ്ങളുണ്ട്. അശ്റാത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ഷർത്തിന്റെ ബഹുവചനായിട്ട് നിബന്ധനകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. ഇവിടെ ലക്ഷണങ്ങൾ എന്ന നിലക്കും ഉൾക്കൊള്ളാവുന്നതാണ്. അന്ത്യസമയം നിലവിൽ വരണമെങ്കിൽ ചില പ്രീ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അത് വന്നു കഴിഞ്ഞാലേ അന്ത്യസമയം വരികയുള്ളൂ എന്നതാണ് അത് സംബന്ധമായ അള്ളാഹുവിന്റെ നിശ്ചയം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത് അതിനു വേണ്ട ചില ലക്ഷണങ്ങളൊക്കെ വന്നു കഴിയുകയും ചെയ്തു. വഖദ് ജാഅ അശ്റാത്തുഹ, എല്ലാ അശ്റാത്തുകളും വന്നു എന്ന് ഇവിടെ ഈ ആയത്തിന്റെ സൂചനയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു വിവരണത്തിൽ പറയുന്നത്, ഞാനും അന്ത്യസമയവും ഈ വിധത്തിലാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. രണ്ട് വിരലുകള്, ചൂണ്ടുവിരലും അതുപോലെ കൈയിന്റെ നടുക്കുള്ള വിരലും ഉയർത്തി കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഞാനും അന്ത്യസമയവും ഞാനും സാഴത്തും ഈ വിധത്തിലാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ശേഷം അന്ത്യസമയം സംഭവിക്കുന്നത് വരെ ഇനിയൊരു പ്രവാചകനും വരാനില്ല, അത്രയും അവസാനത്തിലാണ് ഞാനുള്ളത്. ഞാൻ വന്നു കഴിയുന്നതോടെ അന്ത്യസമയം വരാൻ സംഭവിക്കാനുള്ള കളം ഒരുക്കപ്പെടുകയായി. ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ഇനിയൊരു ദൗത്യം നിർവഹിക്കപ്പെടാനില്ല. അന്ത്യസമയം എന്റെ ആഗമനത്തെ തുടർന്ന് എപ്പോ വേണമെങ്കിലും ആകാം. ഇതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകിയ ഒരു സൂചന. അപ്പോ ഫഹൽ യൻദുറൂന ഇല്ല സാഅത അൻ തഅതിയഹും ബഗ്തതൻ, അന്ത്യസമയം വളരെ പെട്ടെന്ന് വളരെ ആകസ്മികമായി അവരിലേക്ക് അങ്ങ് വന്നു ചേരുക എന്നതല്ലാത്ത വേറെ വല്ലതുമാണോ ഇനി അവർക്ക് കാത്തിരിക്കാനുള്ളത്? ഫഖദ് ജാഅ അശ്റാത്തുഹ,
അന്ത്യസമയത്തിന്റെ സാഴത്തിന്റെ ലക്ഷണങ്ങളൊക്കെ നിബന്ധനകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞല്ലോ, അതൊക്കെ വന്നു ചേർന്നുവല്ലോ. ഫഖദ് ജാഅ അശ്റാത്തുഹ. അപ്പോ ഇനിയും സൂക്ഷ്മമായിട്ട് പരാമർശിക്കപ്പെട്ടിട്ടുള്ള പല ലക്ഷണങ്ങളും അന്ത്യസമയത്തിൻ്റെത് വെളിപ്പെടാനുണ്ട്. പക്ഷെ ഇവിടെ അള്ളാഹു പൊതുവായിട്ട് പറയുന്നത് അതിന്റെ ലക്ഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞല്ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും സുപ്രധാനമായ ലക്ഷണം അന്ത്യപ്രവാചകൻ ആഗതനാവുക എന്നതായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ, അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയ ദൗത്യം നിർവഹിച്ച് പൂർത്തിയാക്കുക എന്ന ഒരു കാര്യം ആണ് സംഭവിക്കാനുള്ളത്. അത് അന്ത്യസമയം ഉണ്ടാകുന്നതിന്റെ മുന്നേ ആയി സംഭവിക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടുവിരലും മധ്യത്തിലുള്ള വിരലും ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുകയുണ്ടായത്, ഞാനും സാഴത്തും ഇതുപോലെയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ വന്നു കഴിഞ്ഞാൽ സാഴത്ത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം, അന്ത്യസമയം എപ്പോ വേണമെങ്കിലും വന്ന് ചേരാം എന്നതാണ് സൂചന. അപ്പോ ഫഅന്നാലഹും ഇദാ ജാഅതുഹും ദിക്റാഹും. അപ്പൊ ഇനി അതങ്ങ് വന്നു കഴിഞ്ഞാൽ, സാഴത്ത് വന്നു കഴിഞ്ഞാൽ, ഇദാ ജാഅതുഹും എന്ന് പറഞ്ഞാൽ അവൾ അവരിലേക്ക് വന്നു ചേർന്നാൽ എന്നാണ്. അവൾ എന്നത് ഇവിടെ ഫെമിനിൻ ജെൻഡർ ഫോം ആണ്. സാഴത്താണ് സബ്ജക്റ്റ് എന്നതുകൊണ്ടാണ് അങ്ങനെ. അന്ത്യസമയം അത് സ്ത്രീലിംഗമാണ് ആ പ്രയോഗം, സാഴത്ത് എന്നത്. അതുകൊണ്ട് ജാഅതുഹും എന്ന് പറയുകയാണ്. അത് ആ അന്ത്യസമയം സാഴത്ത് അവരിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഫഅന്ന ലഹുമു ദിക്റ എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഫഅന്ന ലഹും ദിക്റാഹും. അവർക്ക് നൽകപ്പെട്ട ഈ ഉത്ബോധനവും ഈ ഓർമ്മപ്പെടുത്തലും ഒക്കെ അവർക്ക് എങ്ങനെ പ്രയോജനപ്പെടാനാണ്? ഇതാണ് ചോദ്യം. അങ്ങനെ അള്ളാഹു നിശ്ചയിച്ച സമയത്ത് സാഴത്ത് വന്നു ചേർന്നു അവരിലേക്ക് എന്ന് സങ്കല്പിക്കുക. അവരതിനെ കാത്തിരിക്കുകയോ അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയോ ഒന്നും ചെയ്യാതെയാണ് ഉള്ളത് എങ്കിൽ പിന്നെ ആ ദിക്റ, ആ ഓർമ്മപ്പെടുത്തൽ, ഉത്ബോധനം അവർക്ക് എങ്ങനെ പ്രയോജനപ്പെടാനാണ്? ഇതാണ് ചോദ്യം. ഫഹൽ യൻളുറൂന ഇല്ല സഅത അൻ തഅതിയഹും ബഗ്തതൻ ഫഖദ് ജാഅ അശ്റാത്തുഹ. എന്നിട്ട് അല്ലാഹു പറയുന്നത് ഫഅന്നാ ലഹും ഇദാ ജാഅതുഹും. അവരിലേക്ക് ആ അന്ത്യസമയം വന്നു ചേർന്നു കഴിഞ്ഞാൽ ഫഅന്നാ ലഹും ദിക്റാഹും. അവർ ആ വാചകത്തിന്റെ കൺസ്ട്രക്ഷൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. യഥാർത്ഥത്തില് ആശയപരമായിട്ട് ഫഅന്നാ ലഹും ദിക്റാഹും എന്ന് ചേർത്ത് വായിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തത കിട്ടും. അതിനിടക്കൊരു ഇടവാചകം തിരികെ കയറ്റി വെച്ചതാണ്. ഇദാ ജാഅതുഹും, അന്ത്യസമയം അവരിലേക്ക് വന്നു ചേർന്നാൽ എന്ന ആ കണ്ടീഷണൽ ക്ലോസ് അതിനിടക്ക് തിരികെ വെച്ച വിധത്തിലാണുള്ളത്. അതിന്റെ കൺസ്ട്രക്ഷൻ ശരിയായ വിധത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഫഅന്നാ ലഹും ദിക്റാഹും എന്ന് വായിച്ചു നോക്കുക. അപ്പോ മനസ്സിലാവും. അപ്പോ എന്ത് നിലക്കാണ് ആ ദിക്റ, ആ ഉത്ബോധനം, ഇപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉത്ബോധനം, അവര് കേട്ടുകൊണ്ടിരിക്കുന്ന ഉത്ബോധനം അവര് വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാതെ മനസ്സിലേക്ക് സ്വീകരിക്കാതെ പുറത്ത് വെച്ചിരിക്കുന്ന ആ ഉത്ബോധനം ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് അവർക്ക് പ്രയോജനം ചെയ്യാൻ പോകുന്നത്? എന്ത് ഫലമാണ് അത് അവർക്ക് നൽകാൻ പോകുന്നത്? ഈ സാഴത്ത് അങ്ങനെ പെട്ടെന്ന് അവരിലേക്ക് വന്നു ചേരുകയാണെങ്കിൽ, സാഴത്ത് വന്നു ചേർന്നാൽ ഫിറൗന് മരണം സംഭവിക്കാൻ സമയമായതുപോലെ പിന്നീട് അവർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. സാഴത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സത്യമാർഗം തിരഞ്ഞെടുക്കാനോ വിജയികളുടെ കൂടെ ചേരാനോ ഒന്നും സാധിക്കില്ല. അതിനൊന്നും അവസരമില്ല. അത് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരവസ്ഥ അവരിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരാൻ ഇടയുണ്ടല്ലോ. അങ്ങനെ അത് വന്നു ചേരുകയാണെങ്കിൽ സാഴത്ത് അവരിലേക്ക് അങ്ങ് ഈ അന്ത്യസമയം അവരിലേക്ക് അങ്ങ് വന്നു ചേർന്നാൽ ഈ ഇവർ കേൾക്കാനിടയായിട്ടുള്ള ഈ ഉത്ബോധനം, അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതൊക്കെ അവർക്ക് എങ്ങനെ പ്രയോജനപ്പെടാനാണ്? അതൊക്കെ എന്ത് ഫലമുണ്ടാക്കാനാണ്? ഇതാണ് ചോദ്യം. ഫഅന്നാ ലഹും എന്നതില്
മാത, കൈഫ എന്നൊക്കെയുള്ള പദങ്ങൾ അടങ്ങിയതായിട്ട് ആശയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ആഖിബത്ത് എന്തായിരിക്കും, അവരുടെ എന്ത് ഫലമാണ് അവർ നേടാൻ പോകുന്നത്, അവരെങ്ങനെയാണ് അതിനെ നേരിടാൻ പോകുന്നത് എന്നൊക്കെയുള്ള ആശയങ്ങള് അന്ന എന്ന വാക്കിൽ അടങ്ങിയിട്ടുള്ളത്. അത് സൂക്ഷ്മമായി പഠിച്ചാലും മനസ്സിലാവും. അന്നാലഹും ദിക്റാഹും, ഈ ദിക്റ, ഈ ഓർമ്മപ്പെടുത്തൽ അവർക്ക് ആ ഘട്ടത്തിൽ എങ്ങനെ പ്രയോജനപ്പെടാനാണ്, അതെന്ത് ഫലം ഉളവാക്കാനാണ്, അത് ഏത് വിധത്തിലാണ് അവരില് ഫലം ചെയ്യുക, ഫലം ഉണ്ടാക്കുക എന്നൊക്കെയാണ് ആ പദം നൽകുന്ന സൂചന. അന്നാലഹും ദിക്റാഹും. അപ്പോ ഈ നിബന്ധനകളൊക്കെ, ഈ അന്ത്യസമയം വന്നു ചേരുന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ ഒത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ അതങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് പ്രയോജനമാണ് ഈ ഉത്ബോധനം കൊണ്ട് ലഭിക്കാൻ പോകുന്നത്, ഈ ഓർമ്മപ്പെടുത്തൽ കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് ചോദ്യം. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഫഅലം, അതിനാൽ പ്രവാചകരെ താങ്കൾ മനസ്സിലാക്കുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിശ്ചയമായിട്ടും അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ല തന്നെ. ഫസ്തഗ്ഫിർ ലിദംബിക, നീ നിന്റെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അവനോട് തേടുക. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് തേടുക. വല്ലാഹു യഅലമു, തീർച്ചയായിട്ടും അള്ളാഹു അറിയുന്നുണ്ട്, മുതഖല്ലബക്കും, നിങ്ങളുടെ പ്രയത്നങ്ങൾ, നിങ്ങളുടെ ഈ പിടച്ചില്, അതാണല്ലോ പ്രയത്നം എന്ന് പറയുന്നത്. ജീവിതം തന്നെ ഒരു തഖല്ലുബാണ്, ഹൃദയത്തിന്റെ കുറച്ചു നേരത്തേക്കുള്ള പിടച്ചിലാണ് ജീവിതം. മനുഷ്യന്റെ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും ഒക്കെ ആകെ കൂടി കുറച്ച് പിടച്ചിലുകൾ മാത്രമാണ്. നിങ്ങൾ ഈ ഐഹിക ലോകത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, പ്രയത്നങ്ങൾ, ശ്രമങ്ങൾ, ഇതൊക്കെയും തന്നെ അള്ളാഹു അറിയുന്നു. വല്ലാഹു യഅലമു, നിശ്ചയമായിട്ടും അള്ളാഹു അറിയുന്നു, അവൻ അറിയാതെ പോകുന്നില്ല. മുതഖല്ലബക്കും, നിങ്ങളുടെ മുതഖല്ലബുകൾ, നിങ്ങളുടെ പ്രയത്നങ്ങൾ, നിങ്ങളുടെ പിടച്ചിലുകൾ, നിങ്ങളുടെ സ്ട്രഗിൾസ്, ഈ ഐഹിക ലോകത്ത് നിങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചു തന്ന ജീവിത സമയത്തിനകം നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സകല പ്രവർത്തനങ്ങളും അതൊക്കെ എന്താണ് എന്ന്, നിങ്ങളുടെ മുതഖല്ലബ്, നിങ്ങളുടെ പിടച്ചിലുകൾ, നിങ്ങളുടെ ജീവിത പ്രയത്നങ്ങൾ എന്തൊക്കെയാണ് എന്നത് തീർച്ചയായിട്ടും അല്ലാഹു അറിയുന്നു. അതുപോലെ മസ്വാക്കും, നിങ്ങളുടെ മടക്ക ഗേഹം എന്താണ് എന്നതും അവൻ അറിയുന്നുണ്ട്. നിങ്ങളുടെ വാസസ്ഥലം എന്ന് പറയുന്നതിന്, അതൊക്കെ എന്റെ ആശയപരമായ അതിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ഭവനങ്ങൾ എന്താണ്, എവിടെയാണ്, ഏതവസ്ഥയിലാണ്, നിങ്ങൾ മടങ്ങിച്ചെല്ലാനുള്ള നിങ്ങളുടെ മടക്ക സങ്കേതം എങ്ങനെയാണ്, ഏത് വിധത്തിലുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയും അവനറിയാം. ഒന്ന്, നിങ്ങളുടെ മുതഖല്ലബുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രയത്നങ്ങൾ, പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ പ്രക്ഷുബ്ധതകൾ ഒക്കെ. നിങ്ങൾ പല നിലക്കും വെപ്രാളപ്പെട്ടുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഐഹിക ലോകത്ത്. എന്തിനൊക്കെ വേണ്ടി, എന്തൊക്കെ ഫലമുളവാക്കുന്ന വിധത്തിൽ ഏതൊക്കെ തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ കാഴ്ചവെച്ചു എന്നതൊക്കെയും പടച്ചു തമ്പുരാന് നന്നായിട്ട് അറിയാം. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് നിങ്ങളുടെ മസുവ തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ നിങ്ങളുടെ മസുവ എന്തായിരിക്കും എന്നതും അവന് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ മടക്ക ഗേഹം ഏതു വിധത്തിലുള്ളതാണ് എന്നത് തീർച്ചയായിട്ടും അവന് നന്നായി അറിയാം. മുതഖല്ലബും അറിയാം, മസുവായും അറിയാം. മുതഖല്ലബ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സകലമാന പ്രവർത്തനങ്ങളും അടങ്ങിയിട്ടുള്ള നിങ്ങളുടെ ജീവിതം എന്ന പെടച്ചിൽ, അതിൽ എന്തൊക്കെയാണുള്ളത് എന്നത് അള്ളാഹുവിന് അറിയാം. അതുപോലെ നിങ്ങളുടെ മസുവ, അത് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ, നിങ്ങളുടെ മടക്ക ഗേഹമായിട്ട് നിങ്ങൾക്ക് തിരികെ എത്താനുള്ളത് സ്വർഗത്തിലാണോ അതല്ല നിത്യദുരിതത്തിന്റെ നരകത്തിലാണോ എന്നതും അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പ്രവാചകരെ അറിയുക, മനസ്സിലാക്കി വെക്കുക. ഈ ആളുകള് ഉൾക്കൊള്ളാൻ സന്നദ്ധരായാലും ഇല്ലെങ്കിലും, നിഷേധികളായി അസംഖ്യം ആളുകള് രംഗത്ത് വന്നാലും ഇല്ലെങ്കിലും, യാഥാർത്ഥ്യം ഇതാണ്, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിശ്ചയമായിട്ടും അല്ലാഹു അല്ലാതെ
ഒരു ആരാധ്യനുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ താങ്കൾ സമയം പാഴാക്കാതെ താങ്കളുടെ പിഴവുകൾ പോരായ്മകളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി കിട്ടാൻ വേണ്ടി പശ്ചാത്തപിച്ച് മടങ്ങുക. വസ്തഗ്ഫിർ ലിദംബിക, താങ്കളുടെ തെറ്റുകൾക്ക് പശ്ചാത്താപം നടത്തുക. അത് താങ്കളുടെ കാര്യത്തിൽ മാത്രം പോരാ, വിശ്വാസികളുടെയും വിശ്വാസിനികളുടെയും കാര്യത്തിലും താങ്കൾ മാപ്പ് അപേക്ഷിക്കണം അല്ലാഹുവിനോട്. വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും പുറത്തു കിട്ടാൻ താങ്കളുടെ പ്രാർത്ഥന ഉപകരിക്കും. അതുകൊണ്ട് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുവിന്റെ പ്രവാചകൻ വിശ്വാസികളിൽ ഒരാൾക്ക് അല്ലെങ്കിൽ വിശ്വാസിനികളിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ വേണ്ട വഴി തുറക്കുക എന്നതല്ലാതെ അതൊരിക്കലും നിരസിക്കപ്പെടുകയില്ല. ഒരാൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചുകൂടാത്ത ചില ആളുകൾ ഉണ്ടാകും. അവരെ അല്ലാഹു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹു തടസ്സം സൃഷ്ടിക്കും. പ്രവാചകന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. എന്തെങ്കിലും നിലക്ക് അല്ലാഹു അത് തടയും. അതേ സമയത്ത് പ്രാർത്ഥന അർഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കും. വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും വേണ്ടി, അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി. അത് ഫലം ചെയ്യുകയും ചെയ്യും. ഫലം ചെയ്യാൻ അവർ യോഗ്യരല്ലെങ്കിൽ, അർഹരല്ലെങ്കിൽ അവരെ അതിനർഹരാക്കുന്നതിനുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോകും. ഇതാണ് സംഭവിക്കുക. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ നടത്തുന്ന പ്രാർത്ഥന ഒരു കാരണവശാലും തള്ളിക്കളയപ്പെടുന്നതല്ല. ആ പ്രാർത്ഥനയ്ക്ക് അതിന് ഉത്തരം നൽകാൻ, ഉത്തരം ലഭിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ അർഹരായി മാറുന്ന ഒരു പ്രക്രിയയാണ് തുടർന്ന് സംഭവിക്കുക. ഇവിടെ അറിഞ്ഞിരിക്കുക, ബോധ്യമുണ്ടായിരിക്കുക എന്നത് നിഷേധികൾ അതിനെ കളവാക്കുന്നുവെങ്കിലും യാഥാർത്ഥ്യം ഇതാണ്. അന്നഹു, സത്യം അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ നമ്മുടെ സമർപ്പണം നൽകാൻ, നമ്മളുടെ ആരാധനകൾ അർപ്പിക്കാൻ, നമ്മൾ ഇബാദത്ത് ചെയ്യാൻ ആരാധനക്ക് അർഹനായി വേറെ ആരുമില്ല എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഇസ്ലാമിന്റെ അടിത്തറയാണ്. ഈ അടിത്തറ 2 വാക്യങ്ങളിലാണ് വിശുദ്ധ ഖുർആനില് ആകെ വന്നിട്ടുള്ളത്. ഒന്ന് സൂറത്തു മുഹമ്മദിലെ ഈ 19-ാമത്തെ ആയത്തിലാണ്, മറ്റൊന്ന് സൂറത്തു സോഫാത്തിലെ ഒരായത്തിലുമാണ്. 2 സന്ദർഭങ്ങളിലാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പ്രയോഗം എന്ന കലിമത്ത് തൗഹീദ് അതേ രൂപത്തിൽ ലാ ഇലാഹ ഇല്ല അൻത എന്നൊക്കെ ഉള്ളത് വേറെ വരുന്നുണ്ട്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിധത്തിൽ തന്നെ ആ കലിമത്ത് തൗഹീദ് വിശുദ്ധ ഖുർആന്റെ ഭാഗമായി വരുന്നത് 2 സന്ദർഭങ്ങളിലാണ്. അതിലൊന്ന് ഈ സൂറത്ത് മുഹമ്മദിലെ ഈ 19-ാമത്തെ ആയത്താണ്, മറ്റൊന്ന് സൂറത്ത് സോഫാത്തിലാണ്. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.